നമ്മുടെ ഈ അതിജീവിതയായ കുട്ടി പറയുന്നു, ചില ആളുകളെയൊക്കെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതുപോലെ ചോദ്യം ആ കുട്ടി പറയുന്നു, ആ കുട്ടിയുടെ ആശങ്ക അകറ്റണം. നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം ഇന്ത്യക്ക് പുറത്തേക്ക് കടന്ന സമയത്ത് ഈ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു എന്തിന് വിദേശത്തേക്ക് പോയി, ഗൾഫിലേക്ക് പോയി. സിനിമയിലും രാഷ്ട്രീയത്തിലും മികവ് തെളിയിച്ചയാളാണ് മന്ത്രി ഗണേഷ് കുമാർ. സ്വന്തം നിലപാട് തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ലാത്ത അദ്ദേഹം നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇടവേള ബാബുവിനെ കുറിച്ച് പറഞ്ഞത് വീണ്ടും ചർച്ചയാവുകയാണ്. പുതിയ അമ്മ തന്നെ വേണം. കാരണം എന്താ, അമ്മ ഈ ഇത്രയും പാവങ്ങളെ സഹായിക്കുന്ന നിലനിൽക്കണം. പക്ഷെ നിലനിൽക്കുമ്പോൾ അതിൻ്റെ അന്തസ്സോടെ നിലനിൽക്കണം. ക്ലബ്ബായിട്ട് നിലനിൽക്കാൻ പറ്റത്തില്ല. ക്ലബ്ബാക്കിയിട്ടുണ്ടെന്ന് അവർ പറയട്ടെ. അല്ല, അതറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം ഇന്ത്യക്ക് പുറത്തേക്ക് കടന്ന സമയത്ത് ഈ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു എന്തിന് വിദേശത്തേക്ക് പോയി, ഗൾഫിലേക്ക് പോയി. അവിടെ പലയിടത്തും കണ്ടതായി പറയുന്നു ഇതേ സമയത്ത് തന്നെ. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണം. ഈ ആരോപണം, നമ്മുടെ ഈ അതിജീവിതയായ കുട്ടി പറയുന്നു, ചില ആളുകളെയൊക്കെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതുപോലെ ചോദ്യം ആ കുട്ടി പറയുന്നു, ആ കുട്ടിയുടെ ആശങ്ക അകറ്റണം. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആരെങ്കിലും ഇത്തരത്തിൽ ഒരു സ്വാധീനത്തിനോ ഒരു അവസരത്തിനോ വേണ്ടി ഈ ആരോപണ വിധേയനോടൊപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഇല്ല എന്ന് ആ കുട്ടിയെയും അതിജീവിതയായ കുട്ടിയെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ അമ്മയുടെ പ്രസിഡന്റ് തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി അദ്ദേഹം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം അതിന് തയ്യാറാണ്. അല്ല, ഷമ്മി തിലകൻ്റെ അഭിപ്രായത്തൊന്നും ചോദിക്കാത്തില്ല. ഷമ്മി തിലകൻ, ഞാൻ പറഞ്ഞത് അമ്മയുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞത്. ഷമ്മി തിലകൻ പറയുന്ന കാര്യങ്ങൾ, ഷമ്മി തിലകൻ അയക്കുന്ന ചില എഴുത്തുകളൊക്കെ ഇമെയിലിലേക്ക് വരാറുണ്ട്. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡിൻ്റെ കൂടുതലുണ്ട്. അത് നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഞാനുള്ള കാര്യവും പറയാമല്ലോ. ഷമ്മി തിലകൻ കൊല്ലത്ത് താമസിക്കുന്ന വീടിൻ്റെ പരിസരത്തുള്ള ആളുകൾക്കുള്ള ഷമ്മി തിലകനുള്ള ബുദ്ധിമുട്ടുകൾ അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ അങ്ങനെയൊന്നും അടച്ചാക്ഷേപിക്കാനും ഒന്നും പോകാൻ പാടില്ല. ഇപ്പോൾ അമ്മ ഒരു മാഫിയ സംഘമാണെന്ന് പറയാൻ എനിക്കറിയത്തില്ല. അങ്ങനൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ക്ലബ്ബാക്കി എന്നുള്ള വിഷയം തെറ്റ്. ആ ഒരു പ്രസ്താവനയും ഒരാളെ രക്ഷിക്കാൻ വേണ്ടി അത്തരത്തിൽ പറയുന്നത് അമ്മയുടെ നിലവാരത്തിന് ചേർന്നതല്ല. ധാരാണ് കൈവക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞവരാണ് പാവപ്പെട്ടവർ. അവർ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവർ കൈയടിച്ചു കൊടുക്കും. അവർ കാരണം അവരുടെ ബുദ്ധിമുട്ടുകൾക്കും അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്കും ഒരു ചെറിയ ആശ്വാസമാകുന്നൊരു സംഘടന അവർ പറയുന്ന കേൾക്കും. 128 ആളുകൾക്ക് 5000 രൂപ വെച്ച് കൊടുക്കുക എന്ന ചെറിയ കാര്യമാണ്. ആകുന്നു ആയതുകൊണ്ട് ഇന്നലെ അവകാശനായതുകൊണ്ടാണ് ഞാൻ ഇന്നത് പറയേണ്ടി വന്നത്. ഇന്നലെ ഒരു ക്ലബ് എന്ന നിലയിലേക്ക് ഇത് തരം താഴുന്ന ഒരു അപഹാസ്യമായ പ്രസ്താവന ജനറൽ സെക്രട്ടറി തന്നെയാണ്, അല്ലാതെ മറ്റൊരു അംഗമല്ല, ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയല്ല. പ്രസിഡന്റ് മിണ്ടായിരിക്കുകയാണ്. എന്നാൽ പ്രസിഡന്റ് തിരുത്തണം. തിരുത്തിയതുമില്ല. ബാബുവും തിരുത്തിയില്ലല്ലോ, ആരും തിരുത്തിയില്ല. എനിക്ക് അങ്ങനെ ചാൻസ് കിട്ടുമെന്നൊക്കെ പേടിച്ച് ചില ആളുകൾ, എനിക്ക് എൻ്റെ ഖുർആനി പറഞ്ഞതുപോലെ ഞാൻ കഴിക്കാനുള്ള നാണ്യത്തിൽ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, അതെനിക്ക് കിട്ടും. ഒന്നും പേടിയൊന്നുമില്ല. പുള്ളി ഇത് അങ്ങനെ പൊതു വിഷയത്തിലൊന്നും പുള്ളിക്ക് വലിയ പരസ്യം. അങ്ങനെയാണെങ്കിൽ അതിജീവിതയ്ക്കൊടൊപ്പം പരസ്യമായിട്ട് അദ്ദേഹം പ്രതികരിച്ചില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കാര്യമല്ലേ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചില ലേഖനങ്ങളും അതൊന്നും ചോദിക്കാൻ. ഷമ്മി തിലകൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഷമ്മി തിലകനെ ചോദിച്ചു വാങ്ങിക്കുന്നതാണ്. ഇതൊക്കെ തിലകൻ ചേട്ടനായിട്ട് അതിനെ ബന്ധപ്പെടുത്തിയും വേണ്ട. ഷമ്മി തിലകൻ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിലൊക്കെ വരാറുണ്ട് ചില സാധനങ്ങൾ. ഞാനതങ്ങ് ബ്ലോക്ക് ചെയ്തു. കാരണം വെച്ചാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൊല്ലത്ത് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്, സാറേ ഇവർ നിർത്തിയില്ല, പിന്നെ എന്നും പരാതിയും എന്ന് അടുത്ത വീട്ടുകാർ കഴിയാമെന്ന് നിർത്തിയില്ല. അത് ഞാനിത് അദ്ദേഹത്തിൻ്റെ സത്യം പറഞ്ഞില്ലെങ്കിൽ കൊല്ലത്തുള്ള ആ നാട്ടുകാർ തന്നെ എന്തോ വിചാരിക്കും. എല്ലാ കാര്യമൊന്നും ശരിയല്ല.